റേഡിയോ നീതൽ 107.8 FM അടുത്തതായി ഗാനകൗതുകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലപ്പുഴ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഹ്യൂമാനിറ്റീസ് വിഭാഗം മേധാവിയും ശാസ്ത്രകാരനുമായ പ്രൊഫസർ വി നാരായണൻ നമ്പൂതിരി. പ്രിയ ശ്രോതാക്കളെ, ഗാനകൗതുകത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ഭാഗം പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പരിചയപ്പെടുത്തുന്നത് 1972 പുറത്തിറങ്ങിയ പുനർജന്മം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി ശിവരഞ്ജിനി രാഗത്തിൽ KJ യേശുദാസ് ആലപിച്ച പ്രേമഭിക്ഷുകി എന്ന ഗാനമാണ്. ഇതിലെ വരികളിലൂടെ കവി പ്രണയത്തിന്റെ അനന്തതയെയും അതിന്റെ അപൂർണതയെയും ആവിഷ്കരിക്കുന്നു. പ്രണയം ഒരു ഭിക്ഷ പോലെ ആവശ്യപ്പെടുന്ന ഒന്നായി ചിത്രീകരിച്ചിരിക്കുന്നു. ഏത് ജന്മത്തിലോ ഏത് സന്ധിയിലോ ആദ്യം കണ്ടുവെങ്കിലും അത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു അനുഭവമായി മാറുകയാണ്. തലമുറകൾ പ്രണയത്തിന്റെ വഴികളിലൂടെ ചിരിച്ചും കരഞ്ഞും വന്നുപോയെന്നും മറക്കാനാവാത്ത പാതകളിൽ പൊടികൊണ്ട് മൂടി അതിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്നുവെന്നും ഈ ഗാനത്തിലൂടെ കവി സൂചിപ്പിക്കുകയാണ്. ഈ ഗാനം ദാർശനികമായ പ്രണയത്തിൻ്റെയും ജീവിതാനുഭവങ്ങളുടെയും ആഴം ഉൾക്കൊള്ളുന്നതാണ്. പ്രണയം ജീവിതത്തിൽ അത്രയേറെ അമൂല്യമായ ഒരു യാഥാർത്ഥ്യമായി മാറുന്നു. അതിൻ്റെ യാചന, നഷ്ടം, താൽപ്പര്യം എന്നിവ ഈ ഗാനത്തിലൂടെ വ്യക്തമാക്കുകയാണ് കവി ചെയ്യുന്നത്. പ്രേമ ഭിക്ഷുകി ഭിക്ഷുകി ഭിക്ഷുകി, ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വെച്ചു നാം കണ്ടു, ആദ്യമായി എവിടെ വെച്ചു നാം കണ്ടു. പ്രണയം ഒരു ഭിക്ഷയെപ്പോലെ എല്ലായിടത്തും അത് തേടിപ്പോകുന്ന, എന്നാൽ കാണാൻ കഴിയാത്തതെങ്കിലും വിട്ടുകിട്ടാനാവാത്ത ഒരു വസ്തുവായി തന്നെ കവി അതിനെ കാണുന്നു. ഏതു ജന്മത്തിലോ ഏതു സന്ധ്യയിലോ ആദ്യം കണ്ട ആ നിമിഷം ഉടലെടുത്ത ആ പ്രണയം അവസാനിച്ചിട്ടില്ല. മറിച്ച് തലമുറകളിലൂടെ പിറന്നും വളർന്നും ചിരിച്ചും കരഞ്ഞും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ കവി പ്രഥമ കണ്ടുമുട്ടലിന്റെ മായികതയെ അനുസ്മരിക്കുകയാണ്. എവിടെ, ഏതു സമയം, എത്ര ജന്മങ്ങൾക്ക് മുൻപ്? ഈ വിചാരം പ്രണയത്തിന്റെ കാലാതീതമായ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വെച്ച് നാം കണ്ടു ആദ്യമായി എന്ന് പറയുമ്പോൾ ആദ്യ കണ്ടുമുട്ടലിന്റെ സന്ദർഭം ജന്മങ്ങൾക്കപ്പുറത്തേക്ക് നീളുന്ന വർണ്ണനാതീതമായ ഒരു അനുഭവമാണ്. പ്രണയം എന്നെന്നും നിലനിൽക്കുന്നുവെന്നും ഇതിന് സമയത്തിന്റെ നിയന്ത്രണമില്ലെന്നും കവി വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രണയത്തിന്റെ ആരംഭം വേണമെങ്കിൽ ഒരു ജന്മം മാത്രം തന്നെ ആയിരുന്നില്ല, കാലത്തിനെ അതിജീവിക്കുവാൻ പ്രേരിപ്പിച്ച ഒരു പ്രപഞ്ചാത്മക യാഥാർത്ഥ്യമായിരുന്നു. ചിരിച്ചും കരഞ്ഞും തലമുറകൾ വന്നു ചവിട്ടിക്കുഴച്ചിട്ട വീഥികളിൽ ഒഴിഞ്ഞ നമ്മൾ കാലടിപ്പാടുകൾ പൊടി കൊണ്ടു മൂടിക്കിടന്നു. എത്ര നാൾ പൊടി കൊണ്ടു മൂടിക്കിടന്നു. മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, വീണ്ടും അടുക്കാതിരുന്നെങ്കിൽ. ചിരിച്ചും കരഞ്ഞും തലമുറകൾ വന്ന് ചവിട്ടിക്കുഴച്ചിട്ട വീഥികളിൽ പൊഴിഞ്ഞ നമ്മൾ തൻ കാലടിപ്പാടുകൾ. ഈ ഭാഗം പ്രണയത്തിന്റെ കാലാതീതമായ തലമുറകളിലൂടെ സഞ്ചരിച്ച അനുഭവങ്ങളെക്കുറിച്ചാണ് കവി പ്രതിപാദിക്കുന്നത്. പ്രണയമെന്ന് പറഞ്ഞാൽ ഒരു ദിവസമോ ഒരു ബന്ധമോ അല്ല. ഇത് തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ഒരു അനുഭവമാണ്, ഒരു അനുഭൂതിയാണ്. അതിന്റെ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാ തലമുറകളും അനുഭവിക്കാറുണ്ട്. ജീവിതത്തിലെ പാതകളിലുണ്ടായ ഓരോ അനുഭവവും ഒരു കാലടിപ്പാടായി അവശേഷിക്കുന്നു. ചിരിച്ചും കരഞ്ഞും തലമുറകൾ വന്നു എന്ന് പറയുന്നതിലൂടെ കവി മനുഷ്യജീവിതത്തിന്റെ ആനന്ദവും സന്താപവും അടങ്ങിയിരിക്കുന്ന ഒരു ശാശ്വത സത്യമാണ് പ്രതിപാദിക്കുന്നത്. ചിരി എന്നത് സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമാണ്. അതേസമയം കരച്ചിൽ ദുഃഖത്തിന്റെയും നഷ്ടത്തിന്റെയും പ്രതീകമാണ്. ഇവ രണ്ടും ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളല്ലേ? ഇതെല്ലാ ജന്മങ്ങളിലും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന പരമസത്യത്തെയല്ലേ കവി ഇതിലൂടെ വെളിവാക്കുന്നത്? തലമുറകൾ എന്ന പദം ജീവന്റെ ചക്രവാളത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിന് പരിമിതികളില്ല.
ഓരോ തലമുറയും മറ്റൊന്നിനെ പിന്തുടരുന്നു. തലമുറകൾ ജീവിതത്തിന്റെ പുനരാവൃത്തികളല്ലേ? ഓരോ തലമുറയും തങ്ങളുടെ അനുഭവങ്ങളിലൂടെ, ചിരിയിലൂടെയും കരച്ചിലിലൂടെയും കടന്നുപോകുന്നു. ഓരോ മനുഷ്യരും സ്വന്തമായ ആശയവും അനുഭവങ്ങളുമായുള്ള തൻ്റെ യാഥാർത്ഥ്യങ്ങൾ കൈവരിച്ച് അവശേഷിപ്പിച്ച് മറ്റൊരു തലമുറയ്ക്ക് വഴിവെക്കുന്നു എന്ന ദീപ്ത സത്യമല്ലേ കവി ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത്? പൊഴിഞ്ഞ നമ്മൾ തൻ കാലടിപ്പാടുകൾ പൊടികൊണ്ട് മൂടിക്കിടന്നു എന്ന വരിയിൽ ഒരു ആഴമുള്ള കാവ്യാത്മകതയുണ്ട്. അത് ജീവിതത്തിന്റെ തീരാൻ പോകുന്ന സഞ്ചാരത്തെയല്ലേ സൂചിപ്പിക്കുന്നത്? ഇതിന്റെ ഭാഷാശൈലിയും ഉപമകളും വളരെ മനോഹരമാണ്. ഇതിൽ പൊഴിഞ്ഞ എന്നത് കരുത്തും യുവാവസ്ഥയും അസ്തമിച്ചവരെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവരെ സൂചിപ്പിക്കുന്നു. ഒരു പുഷ്പമാണെങ്കിൽ പോലും പൊഴിയുന്നത് അതിന്റെ യുവത്വം, അതിന്റെ ആകർഷണീയത നഷ്ടപ്പെടുമ്പോൾ, അതായത് അതിന്റെ വാർദ്ധക്യത്തിലാണല്ലോ. കാലടിപ്പാടുകൾ ജീവിതയാത്രയുടെ അടയാളങ്ങളായ പാതകളും സ്മൃതികളുമായിട്ടാണ് കവി ഇവിടെ കാണുന്നത്. ഈ കാലടിപ്പാടുകൾ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അഥവാ പ്രവൃത്തിയുടെ പാതകളെയും ജീവിതയാത്രയെയും സൂചിപ്പിക്കുന്നു. ജീവിതത്തിന്റെ വഴികളിൽ മനുഷ്യർ ചവിട്ടിപ്പോയ വഴികളും അവർ സൃഷ്ടിച്ച ഓർമ്മകളുമാണ് കാലടിപ്പാടുകൾ. പൊടികൊണ്ടു മൂടിക്കിടന്നു. സ്മൃതികൾ ഇപ്പോൾ പഴയതാണ്, അവ പിന്നിലായി. കാലമാകുന്ന പൊടിയാൽ എല്ലാം മറയുന്നു. അതായത് കാലത്തിന്റെ ഒഴുക്കിനെയും സ്മരണകളുടെ അസ്ഥിരതയെയും ഇതിലൂടെ കവി പ്രകാശിപ്പിക്കുന്നു. ജീവിതത്തിന്റെ വഴികളിൽ ചവിട്ടിപ്പോയ സ്ഥലങ്ങളിൽ അവരുടെ പ്രണയം പൊടിപിടിച്ച് ചവിട്ടിക്കുഴച്ച മണ്ണിൽ മറഞ്ഞു കിടക്കുന്നത് പോലെ വെറും ഓർമ്മകളായി മാറുന്നു. മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, വീണ്ടും അടുക്കാതിരുന്നെങ്കിൽ. ഈ വരികളിൽ വളരെയധികം ഭാവനാപൂർണമായ ആശയമാണ് ഒളിഞ്ഞു കിടക്കുന്നത്. മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നതുകൊണ്ട് മനുഷ്യന്റെ പ്രയാസ സമയങ്ങളെയും, അതായത് ദുരിതങ്ങളെയും അനുഭവങ്ങളെയും മറക്കുവാനുള്ള പ്രതീക്ഷയെയാണ് കവി സ്പർശിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിലെ വിഫലതകളും ദുഃഖവും മൂലം നമ്മൾക്ക് പാഠം പഠിക്കാനായെങ്കിലും മനസ്സിൽ നിന്നും മായ്ക്കുവാൻ കഴിയുകയുമില്ല. പ്രായോഗികമല്ലെങ്കിലും ആ ദുഃഖത്തിന്റെ ഓർമ്മകൾ കടന്നു പോയിരുന്നുവെങ്കിൽ എന്ന ആഗ്രഹമല്ലേ, അല്ലെങ്കിൽ പ്രത്യാശയല്ലേ കവി ഇതിലൂടെ പങ്കിടുന്നത്? വീണ്ടും അടുക്കാതിരുന്നെങ്കിൽ എന്ന വാക്യം മനുഷ്യന്റെ ചിന്തയിലും അനുഭവങ്ങളിലുമുള്ള വേദനകളെയും സംശയങ്ങളെയും വളരെ ആഴത്തിൽ സ്പർശിക്കുന്നതാണ്. ഇതിലെ അടുക്കൽ എന്ന പ്രയോഗം ജീവിതത്തിൽ ഒരിക്കൽ അനുഭവിച്ച വിഷാദങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങളും നഷ്ടങ്ങളും വീണ്ടും തിരിച്ചു വരുന്നത് ഒട്ടും അഭികാമ്യമല്ല. അവ തിരികെ വന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന മാനസിക യാതന താങ്ങാനാവുന്നതുമല്ല. ചില ഓർമ്മകൾ നിശബ്ദമെന്ന പോലെ അടുക്കാനെത്തുമ്പോൾ അവയുടെ വേദന വീണ്ടും തീവ്രമാവുകയും ചിന്തകളെ ബാധിക്കുകയും ചെയ്യാം. അതിനാൽ ആ ഓർമ്മകളുടെ പുനരാഗമനം ഇല്ലാതായിരുന്നുവെങ്കിൽ എന്നും അത് വീണ്ടും മറവിയിലാക്കി നിർത്താമായിരുന്നുവെങ്കിൽ എന്ന ആഗ്രഹത്തെയും അല്ലേ കവി ഇവിടെ സൂചിപ്പിക്കുന്നത്? നടന്നും തളർന്നും വഴിയമ്പലത്തിലെ നടക്കൽ വിളക്കിൻ കാൽ ചുവട്ടിൽ വിടർന്നു നമ്മൾ തൻ മാനസപ്പൂകൾ വിധി വന്നു നുള്ളിക്കളഞ്ഞു. ഇപ്പോഴും വിധി വന്നു നുള്ളിക്കളഞ്ഞു. മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, വീണ്ടും അടുക്കാതിരുന്നെങ്കിൽ. ഇവിടെ ഈ വരികളിൽ ജീവിതത്തിൽ നമ്മൾ കൈവരിച്ച പല സുഖങ്ങളും മനസ്സിന്റെ പൂക്കളായി വിരിയുമ്പോൾ വിധി അവയെ നുള്ളിക്കളയുന്നു എന്നതിന്റെ ദുരന്തവും വേദനയും പ്രകടമാണ്. പ്രണയത്തിന്റെ സന്തോഷങ്ങൾ അധിക സമയം നിലനിൽക്കാറില്ല. അത് നിരന്തരം നഷ്ടപ്പെടുകയും ജീവിതത്തിന്റെ കടും പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. നടന്നും തളർന്നും ദീർഘമായ ജീവിതയാത്രയിലൂടെ കടന്നു പോകുമ്പോൾ, നടന്നും തളർന്നും അവശരാകുമ്പോൾ ഓരോ നിമിഷവും അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത് അല്പം വെളിച്ചത്തിന് വേണ്ടി, പ്രകാശത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് വഴിയമ്പലത്തിലെ നടക്കൽ വിളക്കുകളെയാണ്. ഇവിടെ കാമുകി കാമുകന്മാർ നിന്നു. പ്രണയമാകുന്ന പൂക്കളെ വിടർത്തി. നിർഭാഗ്യവശാൽ വിധി അവ നുള്ളിക്കളഞ്ഞു. അത്ര സൗമ്യമായ, അത്ര നിഷ്കളങ്കമായ പ്രണയം പോലും വിധിയെന്ന വില്ലന്റെ കൈകൾ നിഷ്കരുണം അവരിൽ നിന്നും അടർത്തിക്കൊണ്ടുപോയിരിക്കുന്നു. ഇതിനെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വിധിയോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണോ കവി കാണുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാനസപ്പൂവുകൾ, അതായത് മനസ്സിന്റെ പൂക്കൾ, പ്രണയത്തിന്റെ ഭാവന, മാനസിക സൗന്ദര്യം, വികാരങ്ങളുടെ വിടർത്തലായി ഈ പദം വരുന്നു. എന്നാൽ ഈ പൂക്കൾ വിധിയുടെ കൈകളാൽ നുള്ളിക്കളഞ്ഞുവെന്നാണ് കവി പറയുന്നത്.
ഇത് പ്രണയം നഷ്ടപ്പെടുകയും അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. വിധിയെ മനുഷ്യന്റെ നിയന്ത്രണത്തിനപ്പുറം ഉള്ള ഒരു ശക്തിയായി കാണുന്നു. പ്രണയത്തിലെ സന്തോഷവും ദുഃഖവും നിയന്ത്രിക്കുന്ന ഭാവി ശക്തിയെയാണ് കവി ഇതിലൂടെ വർണ്ണിക്കുന്നത്. ഗാനത്തിന്റെ അവസാന ശബ്ദങ്ങളും ആദ്യ ശബ്ദങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. പരസ്പരം സ്നേഹിക്കുന്നവർ വീണ്ടും എവിടെയോ കണ്ടുമുട്ടുന്നു. ഇതൊരു പുനരാവർത്തനമാണ്. പ്രണയത്തിന്റെ കാലാതീതമായ സഹജതയെ അടയാളപ്പെടുത്തുന്നു. പ്രണയം അനന്തമായ ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു, ഒരിക്കലും അവസാനിക്കാത്ത ഒരു സത്യമായി. ചുരുക്കത്തിൽ ഈ ഗാനം പ്രണയത്തിന്റെ ആനന്ദവും അതിന്റെ ദുരന്തവുമൊക്കെ ഒരേ ശബ്ദ സഞ്ചയത്തിൽ കൂട്ടിയിണക്കുന്നു. അത് എല്ലാ ജന്മങ്ങളിലൂടെയും അഭ്യർത്ഥിക്കപ്പെടുന്ന ഒരു യാചനയായി നിലകൊള്ളുന്നു. അത് ആവർത്തിക്കപ്പെടുന്നു. പ്രണയത്തിന്റെ ഈ യാചന പ്രപഞ്ചത്തിന്റെ എല്ലായിടങ്ങളിലും വീശുന്ന തേടലിന്റെ അഥവാ അന്വേഷണത്തിന്റെ ഒരു ഗാനമാണ്. ഈ ഗാനം ആത്മീയതയുടെ ഗഹനതയും പ്രണയത്തിന്റെ അനന്തതയും ചേർന്ന് വിചാരങ്ങളുടെയും അനുഭവങ്ങളുടെയും ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു, നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പ്രണയം ഒരു ഭിക്ഷ പോലെയാണ്. അത് യാചിക്കപ്പെടുന്ന ഒന്നാണ്. എല്ലാ ജന്മങ്ങളിലും ഒരേ സത്യം ആവർത്തിക്കപ്പെടുന്നു. പ്രേമഭിക്ഷുകി എന്ന പ്രമാണം ജീവിതത്തിന്റെ അനന്തമായ തേടലിനെ പ്രതിനിധീകരിക്കുന്നു. കൂടെ അപ്രാപ്യമായത് പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള അനന്തമായ അന്വേഷണവും അതീവ ഹൃദ്യമായി വർണ്ണിച്ചിരിക്കുകയാണ്. ഈ ഗാനത്തിലൂടെ കവി പ്രണയത്തിന്റെ അതിജീവനവും മനുഷ്യജീവിതത്തിന്റെ പതനവും ഉയർച്ചയും ദാർശനികമായി ഒരേ അടിത്തറയിൽ കൊണ്ടുവരുന്നതല്ലേ നാം കാണുന്നത്. ചുരുക്കത്തിൽ ഈ ഗാനം പ്രണയത്തിന്റെയും ജീവിതത്തിന്റെയും കാലാതീതമായ അനുഭവങ്ങളുടെ പ്രൗഢഗംഭീരതയെ അതീവ ഹൃദ്യമായി അതീവ ചാരുതയോടുകൂടി തന്നെ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇനി ആ ഗാനമൊന്ന് ആലപിക്കാം. പ്രേമ ഭിക്ഷുകി ഭിക്ഷുകി ഭിക്ഷുകി, ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വെച്ചു നാം കണ്ടു, ആദ്യമായി എവിടെ വെച്ചു നാം കണ്ടു. പ്രേമ ഭിക്ഷുകി ഭിക്ഷുകി ഭിക്ഷുകി, ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വെച്ചു നാം കണ്ടു, ആദ്യമായി എവിടെ വെച്ചു നാം കണ്ടു. പ്രേമ ഭിക്ഷുകി ഭിക്ഷുകി ഭിക്ഷുകി. ചിരിച്ചും കരഞ്ഞും തലമുറകൾ വന്നു, ചിരിച്ചും കരഞ്ഞും തലമുറകൾ വന്നു, ചവിട്ടിക്കുഴച്ചിട്ട വീഥികളിൽ ഒഴിഞ്ഞ നമ്മൾ കാലടിപ്പാടുകൾ പൊടി കൊണ്ടു മൂടിക്കിടന്നു. എത്ര നാൾ പൊടി കൊണ്ടു മൂടിക്കിടന്നു. മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, വീണ്ടും അടുക്കാതിരുന്നെങ്കിൽ, ഭിക്ഷുകി ഭിക്ഷുകി. നടന്നും തളർന്നും വഴിയമ്പലത്തിലെ, നടന്നും തളർന്നും വഴിയമ്പലത്തിലെ നടക്കൽ വിളക്കിൻ കാൽ ചുവട്ടിൽ വിടർന്നു നമ്മൾ തൻ മാനസപ്പൂവുകൾ വിധി വന്നു നുള്ളിക്കളഞ്ഞു.
ഇപ്പോഴും വിധി വന്നു നുള്ളിക്കളഞ്ഞു. മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, വീണ്ടും അടുക്കാതിരുന്നെങ്കിൽ, ഭിക്ഷുകീ ഭിക്ഷുകീ പ്രേമ ഭിക്ഷുകി ഭിക്ഷുകി ഭിക്ഷുകി, ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വെച്ചു നാം കണ്ടു, ആദ്യമായി എവിടെ വെച്ചു നാം കണ്ടു. പ്രേമ ഭിക്ഷുകി ഭിക്ഷുകി ഭിക്ഷുകി, ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വെച്ചു നാം കണ്ടു, ആദ്യമായി എവിടെ വെച്ചു നാം കണ്ടു. പ്രേമ ഭിക്ഷുകി ഭിക്ഷുകി ഭിക്ഷുകി. എല്ലാ ശ്രോതാക്കൾക്കും വിനീതമായ നമസ്കാരം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനകൗതുകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആലപ്പുഴ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഹ്യൂമാനിറ്റീസ് വിഭാഗം മേധാവിയും ശാസ്ത്രകാരനുമായ പ്രൊഫസർ വി നാരായണൻ നമ്പൂതിരി. തുടർന്നും കേൾക്കൂ റേഡിയോ നിതൽ 107.8 FM. ഇത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം.